ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. കൊലോസ്യലേഖന പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കൊലോസ്യലേഖന പഠനം. ജീവനുള്ളവനും കാണാൻ കഴിയാത്തവനും സകല സ്തുതികൾക്കും ബഹുമാനങ്ങൾക്കും ആരാധനകൾക്കും പുകഴ്ചകൾക്കും മനുഷ്യ കണ്ണുകൾക്ക് ഗോചരമല്ലാത്ത പരിശുദ്ധിയുടെ നിറവിൽ ദൂതഗണങ്ങളും മാലാഖമാരും സെറാഫുകളും എല്ലാം ചുറ്റി വന്ദിച്ച് ആരാധിച്ച് വണങ്ങുന്ന പ്രപഞ്ചത്തിൻ്റെ ഉടയവനും നാഥനും പരിപാലകനും സൃഷ്ടാവുമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിൽ വീണുപോയപ്പോൾ അവൻ എന്നേക്കുമായി തള്ളിക്കളയാതെ തൻ്റെ കൃപയും കരുണയും സ്നേഹവും മനസ്സല്യവും നീട്ടി പാപത്തിൻ്റെ പടികുഴിയിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ മനസ്സായ പരമപരിശുദ്ധനായ സൃഷ്ടാവായ ഉന്നതനായി ദൈവമേ, ഇപ്രകാരം അങ്ങയുടെ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള ഞങ്ങളുടെ പരദേശ യാത്രയിൽ നിത്യത തേജസ്സിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് വേണ്ടതായ ക്രമീകരണവും തിരിച്ചറിവും നടത്തിപ്പും പരിപാലനവും സഹായവും എല്ലാം നൽകിത്തരുന്ന ഞങ്ങളുടെ ജീവനുള്ള സത്യവചനത്തിന് മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തോടും ഇടപെടുന്നത് തിരിച്ചറിയുവാൻ അങ്ങയുടെ ജീവനുള്ള വചനം സന്ധിബന്ധങ്ങളെ വേർപിടിക്കുന്നതിനെ തുളച്ചു ചെല്ലുന്ന ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണെന്നുള്ള ബോധ്യത്തോടെ അങ്ങയുടെ വചനത്തിൻ്റെ തണലിൽ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ, അങ്ങയുടെ വചനത്തെ ഞങ്ങൾ പൂർണ്ണഹൃദയത്തോടെ പിൻപറ്റുവാൻ, അങ്ങയെ സ്നേഹിക്കുന്നവരായി ഞങ്ങൾ മാറുവാൻ, ആത്മീയ ജീവിതം ജീവിക്കുവാനായിട്ട് ഞങ്ങളെക്കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുമ്പോൾ അപ്രകാരം ഒരു ജീവിതം ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങൾ വചന പഠനം ഗൗരവമായി തന്നെ കാണുവാനും ഞങ്ങൾക്ക് ലഭിക്കുന്ന വചന ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിക്ഷേപിക്കുവാനും അത് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയും പലയിടത്തുമായി ഇന്ന് ഞങ്ങളോടൊപ്പം ഈ വചന പഠനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഇവരായിരിക്കുന്നിടങ്ങളിൽ അവിടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളോടും കൂടി തന്നെ ജീവനുള്ള അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. വചന പഠനം അവർക്ക് അനുഗ്രഹമായി തീരുവാൻ, അവർക്ക് സൗഖ്യമായി തീരുവാൻ, ബലമായി മാറുവാൻ, ലക്ഷ്യം കൂടുതൽ ഉറപ്പിക്കപ്പെടുവാൻ, പ്രത്യാശയുള്ളവരായി തീരുവാൻ അവരധികമായി ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഏൽപ്പിക്കുകയാണ്. സഹായിക്കണം, അനുഗ്രഹിക്കണം. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് നൽകിയതിനായി ഇത് പഠിക്കാൻ സഹായിക്കുന്ന നിങ്ങളുടെ ആത്മാവിനായി നന്ദി, ഞങ്ങളുടെ സഭയ്ക്കായി നന്ദി, എല്ലാ കൃപകൾക്കുമായി നന്ദി പറയുകയാണ്. മാനവും മഹത്വവും എന്നും അങ്ങേക്കുണ്ടായിരിക്കട്ടെ. ലോകരക്ഷകനായ വീണ്ടും വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഞങ്ങളുടെ ഏകമധ്യസ്ഥൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ആ ത്രിമൂർത്തികളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുകയായിരുന്നു. അപ്പോൾ ഇവിടെ വ്യക്തമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വാക്യങ്ങൾ ഒന്നുകൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരു പ്രത്യാശയെക്കുറിച്ച് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു വെച്ചത്, സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന, അതായത് ശേഖരിച്ചു വെച്ചിരിക്കുന്ന, കെട്ടിവെച്ചിരിക്കുന്ന എന്ന അർത്ഥമാണ് സംഗ്രഹിച്ചിരിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സ്വർഗത്തിൽ എന്ന് കൃത്യമായി പരാമർശിക്കുന്നു. ദൈവവചനത്തിൽ സ്വർഗം എന്ന പരാമർശം 3 അവസ്ഥകളെ, 3 സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ സ്വർഗം എന്ന് പറയുന്നത് ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷമാണ്, നമ്മൾ കണ്ടു, മേഘങ്ങൾ ഒഴുകി നടക്കുന്ന സ്ഥലം. രണ്ടാമത് നക്ഷത്രങ്ങളും സൗരയൂഥങ്ങളും നിൽക്കുന്നതായ പ്രതലമാണ്. 3-ാം സ്വർഗം ദൈവം വസിക്കുന്ന പ്രതലമാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പരാമർശിച്ച് പോയതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ കർത്താവ് യേശുവിനോടുകൂടി ആയിരിക്കുവാൻ ആഗ്രഹിക്കുക എന്നുള്ളതായിരിക്കണം ദൈവജനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ. കർത്താവ് യേശുക്രിസ്തു ഇവിടം വിട്ട് പോകുമ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഭവനമൊരുക്കിയിരിക്കുന്നു എന്ന് പറയും. അപ്പം അത് നമ്മുടെ ഹൃദയത്തിൽ അത് വാസ്തവമായി കർത്താവ് യേശു പറയുന്നത് ഒരിക്കലും പോഷ്കല്ല, സത്യമാണ്. കർത്താവ് യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട്, അത് ശ്രദ്ധിച്ചുകൊണ്ട്, അത് നോക്കിക്കൊണ്ട് അത് ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ വേണം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കാൻ. അപ്പം അങ്ങനെ 3-ാം സ്വർഗത്തിൽ ദൈവമക്കൾ കടന്നു ചെല്ലും. അതായത് പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ ദൈവം ഒരു അനുഭവം കൊടുത്തു. 3-ാം സ്വർഗത്തോളം ദൈവം വസിക്കുന്ന ഇടത്തോളം പൗലോസ് അപ്പോസ്തലൻ പ്രവേശിക്കുന്ന അനുവാദം കൊടുത്തു.
അപ്പൊ സ്വർഗം എന്നത് ആത്മീകമായ സ്ഥലമാണ്. നമ്മൾ മെക്സിക്കോ, മെസപ്പൊട്ടോമിയ, നേപ്പാള്, ബർമ്മ, കൊളറോഡോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഭൗതിക സ്ഥലമല്ല. സ്വർഗം ഒരു ആത്മീക സ്ഥലമാണ്. ജഡരക്തങ്ങൾക്ക് അവിടെ കടന്നു പോകാൻ കഴിയില്ല. ഈ ശരീരത്തോട് നമുക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റില്ല. അവിടെ കടന്നു ചെല്ലുന്നവർ രൂപാന്തരം പ്രാപിച്ചവരായിരിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനത്തിന്റെ 15-ാം അധ്യായം 50 മുതൽ 53 വേദഭാഗത്തിൽ സ്വർഗത്തിൽ കടന്നു ചെല്ലുന്നവർ നമ്മുടെ ഈ ശരീര അവസ്ഥകൾക്ക് രൂപമാറ്റം സംഭവിച്ചവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇവിടെ പോകാൻ പറ്റൂ. കാരണം ഇത് ആത്മീക സ്ഥലമാണ്. ഇപ്പൊ സ്വർഗത്തിൽ ചെല്ലുന്നവർ ആത്മീക ശരീരം ലഭിച്ചവരാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം അതിന്റെ 15-ാം അധ്യായം 44-ാം വാക്യം നമുക്ക് ഇങ്ങനെ വായിച്ച് കേൾക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം അതിന്റെ 15-ാം അധ്യായം 44-ാം വാക്യം. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. ഇപ്പൊ നമുക്കൊരു ആത്മീക ശരീരമുണ്ടാകും. ഇപ്പോൾ നമുക്കുള്ളത് ലോകപ്രകാരമുള്ള പ്രാകൃതമായൊരു ശരീരമാണ്. വിയർപ്പും വേദനയും കഷ്ടങ്ങളും രോഗങ്ങളും ഒക്കെയുള്ള ഒരു പ്രാകൃത പ്രകൃതിയിൽ നിന്നുള്ള ഒരു ശരീരമാണ് നമുക്കുള്ളത്. ഈ ശരീര പ്രകൃതിക്ക് മാറ്റം വന്ന് ഒരു ആത്മീക ശരീരമായി നമ്മൾ മാറുമ്പോൾ, രൂപാന്തരപ്പെടുമ്പോഴാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. അവർ ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെട്ടവരായിരിക്കുമെന്ന് ഫിലിപ്പ് ലേഖനം 3:21 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിലിപ്പ് ലേഖനം 3:21 പറയുന്നത്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരം, ഇപ്പോഴുള്ളത് താഴ്ചയുള്ള ഒരു ശരീരമാണ്, ആ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നു. ഇപ്പൊ കർത്താവ് യേശുവിന്റെ ശരീരം മഹത്വമുള്ള ശരീരമാണ്, തേജസ്സുള്ള ശരീരമാണ്. ഇപ്പൊ വെളിപാട് പുസ്തകം 1-ാമത്തെ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. 7 നിലവിളക്കുകളുടെ നടുവിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന കർത്താവിനെ യോഹന്നാൻ കാണുമ്പോൾ കണ്ട ശരീരം അത് ആത്മീക ശരീരമാണ്, വരയ്ക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. അത് നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷകളിൽ ആ യേശുവിന്റെ തേജസ്സുള്ള ശരീരത്തോടെ വിരിക്കുകയാണ്. അപ്പൊ ആ ശരീരത്തോട് നമ്മെ അനുരൂപപ്പെടുത്തുമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദാനം. ഇതാണ് നമ്മുടെ പ്രത്യാശ. അവർ ദൈവത്തെ പോലെ സദൃശ്യന്മാരാകും. 1 യോഹന്നാൻ 3:2 വാക്യത്തിൽ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരമാണ് എഴുതിയത്. 1 യോഹന്നാൻ 3:2, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ആത്മീയമായി നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ഇവിടെ എങ്ങനെയുള്ളവരായി മാറുമെന്ന് ദൈവനത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. അത് മാറാനുള്ളവർക്ക് അവിടെ ചെല്ലുമ്പോൾ, മാറ്റം വരുമ്പോൾ അത് അനുഭവിക്കാനുള്ളതാണ്. അപ്പൊ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ. 1 യോഹന്നാൻ 3:2, കർത്താവ് യേശു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അപ്പൊ കർത്താവ് യേശു പ്രത്യക്ഷപ്പെടും, വീണ്ടും വരും. വരുമ്പോൾ ദൈവമക്കൾ അവനെ കാണും. ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരം സംഭവിച്ചവനെ കാണും. അവനെ കാണാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് മാറ്റം വരും. ഇപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കർത്താവിനെ കാണാൻ സാധിക്കില്ല. ഇത് ഭൗതികമായ കണ്ണാണ്. ഈ കണ്ണുകൊണ്ട് കർത്താവിനെ, സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തെ കാണാൻ സാധിക്കില്ല. കർത്താവിനെ കാണുന്നതിന് മുമ്പ് നമുക്ക് രൂപാന്തരം സംഭവിച്ചിരിക്കുമെന്ന് വചനം വ്യക്തമായി തന്നെ പറയുന്നതായിട്ട് നമുക്കിവിടെ കാണാം. വചനം പറയും, നമ്മൾ വിശ്വസിക്കാം. ദൈവത്തെ നമ്മൾ തർക്കിച്ചിട്ട് യാതൊരു കാര്യമില്ല, മുള്ളിനെഴുതെ തൊഴിക്കുന്നത് പോലെയാണ്. നമ്മുടെ ന്യായങ്ങളും വാദങ്ങളും ഒന്നും അവിടെ ഏൽക്കില്ല. ദൈവം പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ദൈവം ആത്മാവെന്ന് നമുക്ക് ഇതിനകം തന്നെ അറിയാം. യോഹന്നാന്റെ സുവിശേഷം 4:24 വാക്യത്തില് കർത്താവ് യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ പ്രകൃതി വെളിപ്പെടുത്തി. ദൈവം ആത്മാവാണ്, കാണാൻ കഴിയില്ല, തൊടാൻ കഴിയില്ല. ആത്മജീവികൾക്കുള്ളും ജഡവും അസ്ഥികളും ഇല്ല എന്ന് ലൂക്കോസ് 24:39. കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഭയപ്പെട്ട് വാതിലടച്ചിങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയം കർത്താവിടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. കർത്താവ് യേശു മരിച്ചവരുടെ പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ട അവിടെ നടുവിലേക്ക് കർത്താവ് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷം 24:39 വാക്യത്തില് ഇപ്പോൾ ഞാൻ 37 മുതൽ വായിക്കാം. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? അതായത് നിങ്ങൾ സംശയിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളിലുള്ള ചിന്താഗതി യേശുവിന് കാണാം. ഒരു ഭൂതത്തെ കാണുന്നത് വിചാരിച്ചിങ്ങനെ അകന്നകന്ന് മാറി നിൽക്കുകയാണ്. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നുണ്ട്. കർത്താവിന് കാണാൻ അവിടെ ഹൃദയത്തിൽ സംശയം ഉണ്ടാകുന്നു. ഒരു ഹൃദയം കലങ്ങുന്നു. യേശുവിന്റെ മുമ്പിൽ ഇറങ്ങി വന്നിട്ട് യേശുവിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് അവർ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കർത്താവ് യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് അതിജീവിച്ച് വരുമെന്ന് അവർ വിശ്വസിച്ചില്ല. യേശു പലതവണ അവരുടെ നടുവിലിരുന്നപ്പോൾ അവരോട് പറഞ്ഞതാണ്, 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് അവരോട് പറഞ്ഞിട്ട് പോലും അത് തെളിവായി മുമ്പിൽ യേശു വന്നപ്പോൾ, ശരിയാണല്ലോ, നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ വന്നല്ലോ എന്ന് വല്ല പറഞ്ഞത്. സംശയിച്ച് കലങ്ങി അവരിങ്ങനെ മാറി നിൽക്കുകയാണ്.
നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെ ആകുന്നുവെന്ന് എന്റെ കൈയും കാലും നോക്കിയറിവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ. എന്നിൽ കാണുന്ന പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയുമില്ല. ഒരു ആത്മീക ജീവിയാണ്, അതിന് ആ മാംസവും അസ്ഥിയുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഭൂതമല്ല, ഞാൻ യഥാർത്ഥത്തിൽ മനുഷ്യൻ തന്നെയാണ്. പക്ഷെ പുതിയൊരു ശരീരം, പുതിയ ജഡം ആണ് എനിക്കുള്ളത്, പറന്നുയരാൻ കഴിയുന്ന ഒരു ജഡം. അപ്പൊ ആത്മീക സ്വർഗീയ പ്രതലം. അപ്പൊ ഈ രണ്ട് പ്രതലം നമ്മൾ തിരിച്ചറിയണം. ഒന്ന് ആത്മീകമായത് അഥവാ സ്വർഗീയ പ്രതലം, ഭൗതിക പ്രതലത്തിൽ നിന്ന് വ്യത്യാസമാണ്. ഇതിപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഭൂമിയിലാണ്. നമ്മൾ കസേരയിരിക്കുന്നു, കട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ മൊബൈലുമായിട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ മാറിയിരിക്കുന്നു. മണ്ണിലായിരിക്കാം, ചെടിയുടെ മരത്തണലിലായിരിക്കാം. ഇത് ഭൗതിക ലോകമാണ്. ഭൗതിക ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ആത്മീക ലോകം. ഭൗതിക ലോകം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും, അത് നിത്യമല്ലാത്ത ഒന്നാണ്. പക്ഷെ ആത്മീക ലോകം കാണാൻ കഴിയാത്തതും നിത്യമായതാണ്. നിത്യമായ ലോകമാണ് ആത്മീക ലോകം. 2 കൊരിന്ത്യർ 4:18 കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായം 18-ാം വാക്യം ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും. 2 കൊരിന്ത്യർ 4:18 കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നത് എല്ലാം താൽക്കാലികം. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പോൾ ആ നിത്യമായ അവസ്ഥ, നിത്യമായ പ്രതലം, അതിന്റെ ആത്മീക സ്വഭാവ നിമിത്തം ഭൗതിക ലോകത്തിലെ വാക്കുകളും പ്രയോഗങ്ങളും ഉപയോഗിച്ച് അതിനെ വിശദീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ 3-ാം സ്വർഗത്തോളം കടന്നുപോയ പൗലോസ് അപ്പോസ്തലൻ അവിടെ കണ്ടതും കേട്ടതും അനുഭവിച്ചതായ കാര്യങ്ങൾ ഭൂമിയിലുള്ള ശബ്ദാവലി കൊണ്ട്, അത് മലയാളമാകാം, തമിഴാകാം, സംസ്കൃത് ആകാം, കൊറിയാകാം, ഇംഗ്ലീഷ് ആകാം, ഹിന്ദി ആകാം, ഭൂമിയിലുള്ള ഒരു ഭാഷ കൊണ്ടും 3-ാം സ്വർഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ചതും കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഭൂമിയിലുള്ള ആരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഒരു പുതിയ ഭാഷ വേണം, അത് സ്വർഗീയ ഭാഷ വേണം. ആ ഭാഷ സംസാരിച്ച ഭൂമിയിൽ ആർക്കും മനസ്സിലാകില്ല. ഇപ്പൊ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം മാത്രമാണ് യഥാർത്ഥ സന്തോഷം. കാരണം ഇവിടെ വെളിപാട് പുസ്തകം 21-ാം അധ്യായം 3-4 വാക്കുകളിൽ പറയുമ്പോൾ യഥാർത്ഥ സന്തോഷം നമ്മുടെ മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ദൈവ മക്കളെന്ന നിലയിൽ ഒരു സന്തോഷമുണ്ട്, പാപപരിഹാരം കിട്ടിയതിന്റെ നിത്യതയുടെ അവകാശികളുടെ നിലയിൽ. പക്ഷേ യഥാർത്ഥ സന്തോഷ പൂർണ്ണത എന്ന് പറയുന്നത് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാം പൂർണ്ണത ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ്. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 3-4 വാക്യങ്ങൾ. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവരോടുകൂടെ വസിക്കുക. സ്വർഗത്തിലെ അനുഗ്രഹീതമായ ഒരു അവസ്ഥയാണ്. മനുഷ്യരുടെ കൂടെ അവിടെ ചെല്ലുന്ന ദൈവമക്കളോട് കൂടെ ദൈവം ഉണ്ടാകും. അവരുടെ കൂടെ അവർ അവരുടെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകിയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാകിയില്ല. എത്ര അനുഗ്രഹീതമായ സ്ഥലമാണ്. എല്ലാ മനുഷ്യരും ആത്മാർത്ഥമായി കുതിക്കുന്ന ഒരു സ്ഥലമാണ്. കണ്ണുനീരും ദുഃഖവും വേദനവും സങ്കടവും യാതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ചെല്ലാൻ കഴിയുക. ഇവിടെയുള്ളതെല്ലാം അതിന് നേരെ വിപരീതമാണ്. അവിടെ നിന്നാണ്, അങ്ങനെയുള്ള ലോകത്തിലെ ദുരന്തത്തിൽ നിന്നാണ് കർത്താവ് യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരു ജനത്തെ സുവിശേഷത്തിലൂടെ വിളിച്ച് വേർതിരിച്ചത്. അവരിവിടെ തന്നെ കുഴിച്ചിടാനല്ല, ഇവരെ സ്വർഗത്തിൽ എത്തിക്കാനാണ്. ഇവിടെ ദുഃഖമില്ല, മരണമില്ല, മുറവിളിയില്ല, കണ്ണുനീരില്ല, പട്ടിണിയില്ല, രോഗമില്ല, ഒന്നുമില്ല. എന്തൊരു അനുഗ്രഹീതമായ സ്ഥലമാണ്. ഏത് വ്യക്തിയാണ് അത് കൊതിക്കാത്തത്? ഇപ്പൊ സ്വർഗത്തിലുള്ള അവസ്ഥയാണ് ആത്മീകമായ പ്രതലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഭൗതിക ലോകത്തിലെ വാക്കുകൊണ്ടും പ്രയോഗം കൊണ്ടും ആ സ്വർഗീയമായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എങ്കിലും ദൈവം ഭൂമിയിലുള്ള ചില കാര്യങ്ങളെടുത്ത് രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും വൈഡൂര്യവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ മൂല്യത്തെ വെളിപാട് പുസ്തകത്തിൽ അവതരിപ്പിച്ചത്. ഇവിടെ ഇതൊന്നും ഉണ്ടെന്നല്ല, നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഭൂമിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന വൈഡൂര്യം, രത്നം, പവിഴം, ഇതിന്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് അതെല്ലാം അവിടെ തറയിൽ കിടക്കുന്ന പറഞ്ഞ് അത്രത്തോളം വിലയുള്ളതാണ്, മൂല്യമുള്ളതാണ് സ്വർഗം എന്ന് പറയുന്നത്. അത് നമ്മൾ ആ വിധത്തിൽ കാണും. ഇവിടെയുള്ള മണ്ണ് അള്ളിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കരുത്. അവിടെയുള്ള മൂല്യം നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. ആത്മീക ലോകം കാണാൻ കഴിയാത്തതാണ്, നിത്യമാണ്. അതിന്റെ ആത്മീക സ്വഭാവ നിമിത്തം ഭൗതിക ലോകത്തിലെ വാക്കുകൾ കൊണ്ടും പ്രയോഗങ്ങൾ കൊണ്ടും ഒന്നും വിശദീകരിക്കാൻ കഴിയില്ല. അപ്പൊ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം മാത്രമാണ് യഥാർത്ഥ സന്തോഷം. അവിടെ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഇവിടെ കണ്ണിൽ കണ്ണുനീര് വരില്ല, അതിനുള്ള സാഹചര്യം വരില്ല. അവിടെ നമുക്ക് രോഗമുണ്ടാകില്ല, മരണമുണ്ടാകില്ല, നിലവിളിയില്ല, മുറവിളിയില്ല, ഒന്നുമില്ല. വെളിപാട് 21:3-4. അവിടെ ക്ഷയവുമില്ല, മാലിന്യമില്ല, വാട്ടവുമില്ല എന്ന് 1 പത്രോസ് 1:4 പത്രോസും പറഞ്ഞു. അപ്പൊ ഇത്രയും മനോഹരമായ ചിത്രം നമ്മുടെ മുമ്പിൽ പ്രത്യാശയോട് ദൈവം നൽകി തന്നിട്ടും ഇന്ന് മനുഷ്യർക്ക് ഇതൊന്നും വേണ്ട. ഭൂമിയിലുള്ളത് അക്കാലത്തേക്കുള്ള ഈ 60, 70, 80 വർഷം കഷ്ടതയും വേദനയും പ്രയാസവും സങ്കടവും സംശയവും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഒക്കെ നിറഞ്ഞ ലോകത്തിൽ വേണ്ടി ഇങ്ങനെ ജീവിക്കുകയാണ്. മനോഹരമായ സ്ഥലം ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ട് അവിടേക്ക് ചെല്ലണമെന്ന് ഒരു മനുഷ്യനെ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഏറ്റവും ദുരന്തം, പരിതാപകരമായ ദുരന്തം അതാണ്.
1 പത്രോസ് 1:4 പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ദൈവം പറയുന്ന പ്രകാരമാണ്. 1 പത്രോസ് 1:4 അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനായി ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുകയാണ്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശം നിങ്ങളെ വേണ്ടി ജനിപ്പിച്ചു. ഒരു അവകാശമാണ്. കർത്താവ് യേശുവിനെ സ്വീകരിച്ചവർക്ക് ഒരു വലിയ നിക്ഷേപമുണ്ട്, അവകാശമുണ്ട്. ദൈവമക്കൾക്കുള്ള അവകാശം ക്ഷയം, മാലിന്യം, വാട്ടം എത്ര വർഷം കഴിഞ്ഞാലും ക്ഷയിക്കില്ല, അത് വാടിപ്പോകില്ല. ഇപ്പം പൂക്കളാണെങ്കിൽ കുറേ ദിവസം ഇപ്പോൾ വാടിപ്പോകും. ഏത് വസ്തുവും ക്ഷയിച്ചു പോകും, വാട്ടമുണ്ടാകും. പക്ഷെ സ്വർഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നതിന് ഇതൊന്നും സംഭവിക്കില്ല എന്ന് വ്യക്തമായി തന്നെ ദൈവം പറയുകയാണ്. അപ്പോൾ കൊലോസയിലുള്ള ദൈവമക്കൾ ഈ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ പ്രത്യാശ മുറുകെ പിടിച്ച് ജീവിക്കുകയാണ്. ദൈവമക്കളായ എല്ലാവരും അത് ലക്ഷ്യമാക്കി ജീവിക്കണം. ഇപ്പോൾ നമ്മൾ താൽക്കാലികമായി ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എവിടെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താണ് നമ്മൾ ശരിക്കും സത്യസന്ധമായി പറയാൻ പോകുന്ന ഉത്തരം? ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവപൈതലെ നിന്റെ ജീവിത ലക്ഷ്യം എന്താണ്? അത് നമ്മൾ വ്യക്തമായ ഉത്തരം പറയണം. അപ്പൊ ഈ ഭൗതിക ജീവിതത്തിൽ ക്രിസ്തുവിനോട് കൂടെ ഇൻ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിൽ നമ്മൾ അനുഭവിക്കുന്നത്, മരണാനന്തരം വിത്ത് ക്രൈസ്റ്റ് ക്രിസ്തുവിനോട് കൂടെ. 2 വാക്കിന്റെ വ്യത്യാസം മനസ്സിലാക്കുക. ഈ ഭൂമിയിലെ ജീവിതത്തിലുള്ള അനുഗ്രഹം നമ്മുടെ ക്രിസ്തുവിനാണ്. കഷ്ടതയുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്, കോവിഡുണ്ട്, പ്രയാസമുണ്ട്, ആക്സിഡന്റ് വരുന്ന എല്ലാമുണ്ട് ഇൻ ക്രൈസ്റ്റ്. പക്ഷെ എങ്കിലും ക്രിസ്തുവിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, സമാധാനമുണ്ട്, നിത്യമായൊരു കാഴ്ചയുണ്ട്. ക്രിസ്തുവിൽ ഇൻ ക്രൈസ്റ്റ്. പക്ഷെ മരണത്തിനപ്പുറം വിത്ത് ക്രൈസ്റ്റ് ക്രിസ്തുവിനോട് കൂടെ. അത് ഇവിടെയല്ല, സ്വർഗം. എഫേസ്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെ. എഫേസ്യർ 5:8 മുതൽ 11 വരെ. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുകയും സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രയേ വേണ്ടത്. ഇപ്പൊ ദൈവം വിളിച്ചു പറഞ്ഞ ദൈവമക്കൾ വെളിച്ചത്തിൽ നടക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ കൊലോസിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 3-6 വാക്യങ്ങളിൽ നമ്മൾ പ്രത്യേകമായി കൊലോസപ്പസ് അവിടെ എടുത്തു പറയുന്നത് സുവിശേഷത്തിന്റെ സത്യവചനം. അതാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ അവർ കേട്ടത് സുവിശേഷം എന്ന സത്യവചനം. കൊലോസ് ലേഖനത്തിലെ ഓരോ വാക്കുകളും ഗഹനമാണ്, ആഴമുള്ളതാണ്. 6-ാമത്തെ വാക്യം കൂടി വായിക്കുമ്പോൾ അപ്പം 3-ാം വാക്യത്തിൽ സുവിശേഷം നിങ്ങൾ കേട്ടു. സുവിശേഷത്തിലൂടെയാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്, സമ്പത്തുണ്ട്, അവകാശമുണ്ട്, നേട്ടമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത് സുവിശേഷം കേട്ടപ്പോഴാണ്. സംഗീത വായിച്ചപ്പോഴല്ല, സുവിശേഷം കേട്ട. എന്നിട്ട് 6-ാം വാക്യത്തിൽ ആ സുവിശേഷം സർവ്വലോകത്തിൽ എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. അങ്ങനെ നിങ്ങൾ ദൈവകൃപ യഥാർത്ഥമായി കേട്ട് അറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്നപോലെ സർവ്വലോകത്തിലും നിങ്ങൾ സുവിശേഷം കേട്ടു, സുവിശേഷം കേട്ട് അറിഞ്ഞു. ദൈവം എന്നോട് ഇന്ന് സംസാരിക്കുക വചനത്തിന്റെ പൊരുൾ ഞാൻ ഇന്ന് മനസ്സിലാക്കി. അതിന്റെ അർത്ഥം അനുഗ്രഹമായി ഞാൻ അതിനെ മുറുകെ പിടിക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോഴാണ് എനിക്ക് അത് മനസ്സിലായത്. അപ്പൊ സുവിശേഷം കൊലോസിയിലും എത്തി എന്ന് 6-ാം വാക്യം നമ്മൾ കണ്ടു. നിങ്ങളുടെ അടുക്കലും എത്തി, അവർ അത് സ്വീകരിച്ചു. നമ്മുടെ അടുക്കൽ വരുന്ന വചനം നമ്മൾ സ്വീകരിക്കണം. വചനം നമ്മുടെ സമീപത്ത് വരും, നാം അതിനെ സ്വീകരിക്കണം. യേശയ്യാ പറഞ്ഞു, അല്ലെങ്കിൽ റോമലേഖനത്തിൽ പറഞ്ഞു പോലെ അതിന്റെ ഫലമായി ജീവിതത്തിൽ ഫലങ്ങൾ കടന്നുവരേണ്ടയായി സർവ്വലോകത്തിലും ഫലം കാഴ്ച വർദ്ധിച്ചു വരും. ദൈവനെ കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും അത് കേൾക്കുന്ന സമയത്ത് അത് അനുഗ്രഹമായി സ്വീകരിക്കുന്നു. അതിന്റെ ഫലമായി അവരുടെ ജീവിതത്തിൽ അതിന്റെ ഫലങ്ങൾ പുറപ്പെടും. ഒരു വിത്ത് യഥാർത്ഥമായി മണ്ണിൽ നടേണ്ടപോലെ നട്ടാൽ 1-2 ആഴ്ചക്കുള്ളിൽ അത് മുളയ്ക്കും. മുളച്ചു കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ അത് പൂവും കായും പഴവും ഫലങ്ങളും ഉണ്ടാകും. ഇപ്പൊ ദൈവജനം എന്ന വിത്ത് ഹൃദയത്തിൽ വീഴുമ്പോൾ തീർച്ചയായും കേൾക്കേണ്ടതുപോലെ, സ്വീകരിക്കേണ്ടതുപോലെ, ഉൾക്കൊള്ളേണ്ടതുപോലെ, നടേണ്ടതുപോലെ, പരിപാലിക്കേണ്ടതുപോലെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ ഫലം നിശ്ചയമാണ്. ഫലം ഉണ്ടാകുന്നില്ലെങ്കിൽ, ഏതെങ്കിലും മുരുട് പിടിച്ച് കേടുവന്ന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് എവിടെയോ മണ്ണിൽ എവിടെയോ അതിന്റെ കേടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ കൊലോസയിലേക്ക് സത്യസുവിശേഷം കടന്നു ചെല്ലും. 6-ാം വാക്യത്തില് യഥാർത്ഥമായി നിങ്ങൾ കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്നപോലെ സർവ്വലോകത്തിലും ഫലം കാഴ്ച വർദ്ധിച്ചു വരുന്നു. എപ്പഫ്രാസിലൂടെയാണ് അവർക്ക് സുവിശേഷം കേൾക്കാൻ ഇടവന്നത്. എല്ലാ ലോകത്തിലെ എല്ലായിടത്തും സുവിശേഷം പരന്നു ചെന്നതുപോലെ കൊലോസ് സഭയിലും അത് കടന്നു ചെന്നു. എന്താണ് അവർ കേട്ട സുവിശേഷം?
പുതിയ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ വളരെ ആഴമായി പ്രാർത്ഥനയോടെ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഞാൻ വാസ്തവത്തിൽ സുവിശേഷം മനസ്സിലാക്കിയിട്ടുണ്ട്. വാട്ട് ഗോസ്പൽ ഹാഡ് ദേ ഹേർഡ്? എന്ത് സുവിശേഷമാണ് അവർ കേട്ടത്? ഇവിടെ 3-ാം വാക്യം ഒന്നുകൂടെ തിരിച്ചു നോക്കുമ്പോൾ സുവിശേഷത്തിലെ സത്യവചനം, സത്യം എന്ന് ഇവിടെ പരാമർശിക്കുന്നത് അബ്സല്യൂട്ട് ഫാക്ട്, കേവലമായ വസ്തു, മാറ്റം വരാത്ത, എന്തൊക്കെ കാലങ്ങൾ കഴിഞ്ഞാലും ഏതെല്ലാം സാങ്കേതികത്വങ്ങൾ പുതിയ നവീനമായ കാര്യങ്ങൾ ഭൂമിയിൽ വന്നാലും ദൈവവചനത്തിന് ഒരിക്കലും മാറ്റം വരില്ല. ഏതെല്ലാം ആധുനിക ജീവിത ശൈലികൾ രൂപപ്പെട്ടാലും സാങ്കേതികത്വത്തിന്റെ ഏതെല്ലാം കാര്യങ്ങൾ സംഭവിച്ചാലും വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. അപ്പൊ ഇവിടെ ഇതാണ് പറയുന്നത്, സുവിശേഷത്തിന്റെ സത്യവചനം, വചനം മാത്രമാണ് സത്യം. ഈ പ്രപഞ്ചത്തിൽ, ഈ അഖിലാണ്ടത്തിലെ ഏക സത്യം ദൈവവും ദൈവത്തിന്റെ വചനവുമാണ്. കൊലോസ്യരോട് പറയുകയാണ് 3-ാം വാക്യം 1-ാമത്തെ, നിങ്ങളത് കേട്ടു, സത്യവനെ കേട്ടു. അപ്പൊ സത്യം എന്നിവിടെ പറയുന്നത് കേവലമായ വസ്തുത, പൂർണ്ണമായി ആശ്രയം വെക്കാവുന്ന വിവരം. വചനമെന്ന സത്യം, വിവരം, അറിവ് എനിക്ക് കിട്ടിയപ്പോൾ എനിക്കതിൽ ആശ്രയിക്കാം. പത്രത്തിലോ ന്യൂസ് മാഗസിനിലോ TV-കളിലോ ഫേസ്ബുക്കിലോ ഒന്നും കേൾക്കുന്ന വായിക്കുന്ന ഒന്നും നമ്മൾ വിശ്വസിക്കരുത്. ദൈവവചനം മാത്രമാണ് വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഏക കാര്യം. നമുക്ക് പൂർണ്ണമായും വചനം പറയുന്ന അനുസരിച്ച് തീരുമാനമെടുക്കാൻ, കാലെടുത്ത് പുറത്ത് വയ്ക്കാം. അപ്പോഴാണ് പറഞ്ഞത്, നീ ഇറങ്ങി വാ. അബ്രഹാം ഒരു നിമിഷം പോലും സംശയിച്ചില്ല. തന്റെ മകനെ യാഗം കഴിക്കാനായിട്ട് അബ്രഹാം ഒരു നിമിഷം പോലും സംശയിക്കണം. ദൈവവചനം. ഇപ്പൊ ഇവിടെ സത്യം എന്ന വാക്കിനെ അല്പമായിട്ട് വിശദീകരിക്കുകയാണ്. അത് കേവലമായ വസ്തുത, അബ്സല്യൂട്ട് ഫാക്ട്, അല്ലെങ്കിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കാവുന്ന വിവരം. ആ പറഞ്ഞു കേട്ട സത്യം, ആ വചനത്തിലെ വിവരം ആശ്രയിക്കാം. അത് പൊട്ടച്ചൊല്ലല്ല, കളിവാക്കല്ല, കെട്ടിച്ചമച്ചതല്ല, പെരുപ്പിച്ച് പറഞ്ഞതല്ല, ഇല്ലാത്തതല്ല. നമുക്ക് അതിൽ ആശ്രയിക്കാം, അതിൽ കയറി നിൽക്കാം. പാറയ്ക്ക് സമാനമാണ്. മറ്റൊരു അവസ്ഥ, ഇത് കപടവും ആശ്രയിക്കാൻ കൊള്ളാത്തതിന് വിരോധമാണ്. മണലല്ല ഇത്, കപടമല്ല, കള്ളവാർത്തയല്ല, തൽക്കാലത്തെ രക്ഷ നേടാൻ പറഞ്ഞൊരു കള്ളമല്ല. ഇപ്പൊ സത്യം എന്ന വാക്കാണ് വചനത്തിൽ ഉപയോഗിച്ചത്. സത്യവചനം എന്നത് പുതിയ സുപ്രധാന വിഷയമാണ്. സത്യം എന്നുള്ളത്, സത്യവചനം, വചനം സത്യമാണ്. യോഹന്നാൻ 17 വഴി നമുക്കറിയാം, നിന്റെ വചനം സത്യമാണ്. ഇപ്പോൾ സാധാരണ അതിന്റെ വെയിറ്റ് മനസ്സിലാക്കിയിട്ടില്ല. ജീവിതം മുഴുവൻ കള്ളം കൊണ്ട് നിറഞ്ഞതുകൊണ്ട് നമുക്ക് സത്യം എന്ന വാക്കിന്റെ പദത്തിന്റെ ആഴം, അർത്ഥം, അതിന്റെ ഭാരം നമുക്കറിയില്ല. നമ്മൾ ജീവിതം പഠിച്ചിരിക്കുന്ന കള്ളങ്ങളിലാണ്, വ്യാജങ്ങളിലാണ്, പൊതുവെ പറയുന്നതാണ്. ദൈവമക്കളെ കുറിച്ച് അത് ബാധിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ലോകം മുഴുവൻ കള്ളമാണ്, പ്രചരിപ്പിക്കുന്ന മുഴുവൻ കള്ളമാണ്. അതാണ് ഓരോരുത്തർ തൂങ്ങിക്കിടക്കുന്നത്. വചനം മാത്രമാണ് സത്യം. ഇപ്പൊ സത്യവചനം എന്നത് പുതിയ സുപ്രധാന വിഷയമാണ്. മത്തായി, മർക്കോസ് എന്ന പുസ്തകത്തിൽ യേശു സത്യമെന്ന പദം ഉപയോഗിച്ചത് തെളിവ് രക്ഷ കാണില്ല. ലൂക്കോസ് 4:25 ആ വാക്ക് യഥാർത്ഥമായി എന്ന വാക്ക് ഇവിടെ കാണും. സത്യത്തിനെ കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് കടന്നു പോകാം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഇത് ഏറ്റവും അധികം കാണുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലാണ് സത്യം എന്ന വാക്ക്. കർത്താവ് യേശുക്രിസ്തുവിൽ നിന്ന്, ആ ഉറവിടത്തിൽ നിന്നാണ് സത്യം ഉത്ഭവിക്കുന്നത്. ഇപ്പൊ ദൈവനെ നമ്മൾ കേൾക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തു എന്നോട് സംസാരിക്കുകയാണ്. കർത്താവാണ് ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം. സത്യം യേശുവാണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും 17-ാം വാക്യത്തിലും വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ നടുവിൽ പാർത്തു. അതിന്റെ 17-ാം വാക്യം യോഹന്നാന്റെ സുവിശേഷം 1:17-14 പറഞ്ഞത്. യോഹന്നാൻ 1:17 വാക്യം ഇങ്ങനെ വായിച്ച് കേൾക്കാം. ഇവിടെ പറയുന്നത്, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യം യേശുക്രിസ്തു മുഖാന്തരം വന്നു. യേശുക്രിസ്തു മുഖാന്തരം സത്യലോകത്തിൽ ഇറങ്ങി. പഴയ നിയമപുസ്തകങ്ങളുള്ളത് സത്യം തന്നെയാണ്. സത്യം തേടുന്നവർ, അഥവാ സത്യപ്രകാരം ജീവിക്കുന്നവർ വെളിച്ചത്തിൽ എത്തിച്ചേരും. സത്യപ്രകാരം ജീവിക്കുന്നവർ നിത്യമായ പ്രകാശം വെളിച്ചത്തിൽ എത്തിച്ചേരും. ഇവിടെ സത്യത്തിന്റെ ഉറവിടം യേശുവാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യം. തോമസ് ചോദിച്ചു, നീ എവിടെ പോകുന്നു? ഞങ്ങൾക്ക് വഴി അറിയില്ല, ഒരു മാപ്പ്, റൂട്ട് മാപ്പ് ഞങ്ങൾക്ക്. ഞാൻ ഒരു മാപ്പ് തരില്ല, നിങ്ങൾ എൻ്റെ പിന്നാലെ വാ, ഞാൻ പറഞ്ഞതുപോലെ ഉപദേശിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കും, അതാണ് വഴി.
നിത്യത എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി യേശു പറഞ്ഞ വചനപ്രകാരം ജീവിതം ക്രമീകരിക്കുക. ആ സത്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിത്യതയിലെത്തും. ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ വേറെ വഴിയില്ല. ഐ ആം ദ ഓൺലി വേ. സ്പെസിഫിക്കായി പ്രത്യേകമായി ചൂണ്ടിക്കാട്ടി പറയുകയാണ്, ഞാൻ തന്നെ വഴി. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ പിതാവിന്റെ അടുക്കൽ ആരും എത്തില്ല. എത്തേണ്ട ലക്ഷ്യത്തിൽ മറ്റൊരാളും എത്തിച്ചേരില്ല. കർത്താവ് യേശുവിന്റെ ഉപദേശപ്രകാരം ജീവിതം ക്രമീകരിക്കുകയാണ്. ഇത്ര ശക്തമായ പ്രഖ്യാപനമാണ്. ലക്ഷ്യത്തിൽ എത്തണോ, പോകേണ്ട സ്ഥലത്ത് പോകണോ, എത്തേണ്ട സ്ഥലത്ത് എത്തണോ, ഇത് എന്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കും. നീ എത്തേണ്ട സ്ഥലത്ത് എത്തും. ഇപ്പൊ ഇവിടെ വ്യക്തമാണ് സത്യത്തിന്റെ ഉറവിടം യേശുവായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. എഫേസ്യർ ലേഖനം 4:20 എഫേസ്യർ 4-20 ക്രിസ്തു പറഞ്ഞത്, നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ. അവനെക്കുറിച്ച് അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. നിങ്ങളെ ജീവിക്കുന്ന ജീവിതം കണ്ടാൽ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യരോട് പറയുകയാണ്, നിങ്ങൾ ജീവിക്കുന്ന ജീവിതം കണ്ടിട്ട് നിങ്ങൾ യേശു ക്രിസ്തുവിനല്ല പഠിച്ചത്. എന്നാൽ ക്രിസ്തുവിനാണ് സത്യമുള്ളത്. ക്രിസ്തുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. നിങ്ങൾ ചതിമോഹങ്ങളും വഷളായി പോകുന്ന പഴയ മനുഷ്യർ ഇപ്പോഴും ഉപേക്ഷിക്കാതെ ജീവിക്കുന്നത് ഇത് ക്രിസ്തുവിലൂടെ പഠിച്ചതല്ല. എഫേസ്യർ 4:20. ഇപ്പൊ ന്യായപ്രമാണം സാക്ഷാൽ സ്വരൂപമായതിന്റെ നിഴൽ മാത്രമാണെന്ന് എബ്രായ ലേഖനം 1:10. പഴയമകാലത്ത് മോശ മുഖാന്തരം ദൈവം ലോകത്തിന് കൊടുത്തതായ നിർദ്ദേശങ്ങളും കൽപ്പനകളും ചട്ടങ്ങളെല്ലാം വരാനിരിക്കുന്നതിന്റെ നിഴലാണ്. അന്ന് ഈ ദൈവം പറഞ്ഞ് വരാനിരിക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ്, ഉദാത്തമാണ്, ഉന്നതമാണ്. ഇത് ക്രിസ്തുവിന്റെ വരുന്ന സത്യം, യഥാർത്ഥമായ വെളിച്ചം. ബാക്കിയുള്ളതെല്ലാം വെറുതെ നിഴൽ. ഇപ്പൊ സൂര്യന്റെ പ്രകാശം പ്രതിഫലിക്കുക മാത്രമാണ് ചന്ദ്രൻ ചെയ്യുന്നത്. കർത്താവ് യേശു സൂര്യന് തുല്യമാണ്, യഥാർത്ഥ വെളിച്ചം. കൊലോസ്യ ലേഖനം 2:16-17 കൊലോസ്യ 2:16-17 കുറച്ച് കൂടുതൽ നമ്മൾ സംസാരിച്ച് പോകുകയാണ്. അങ്ങനെയാണ് ആ വിഷയം ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ച് പെരുന്നാൾ, വാവ്, സബത്ത് എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരാനിരുന്നവയുടെ നിഴലത്രേ, ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത്. ഇപ്പൊ പഴയമകാലത്തുള്ള എല്ലാ കാര്യങ്ങളും വെറുതെ നിഴലിന് സമാനം. നമുക്ക് തൊട്ട് നോക്കാൻ പറ്റില്ല, നിഴലിനെ തൊട്ട് നോക്കാൻ പറ്റില്ല. ദേഹം എന്നത് ക്രിസ്തുവാണ്, അത് പുതിയ നിയമമാണ്. മോശയുടെ ന്യായപ്രമാണം കടന്നു വന്നു, ക്രിസ്തു കൃപയും സത്യവും ക്രിസ്തുവിലൂടെ കടന്നു വന്നു. അപ്പൊ യേശു അവതരിപ്പിച്ചത്, യേശു വാസ്തവത്തിൽ അവതരിച്ചത്, യേശുവിനെ പറയുന്നുണ്ട് പിലാത്തോസിന് മുമ്പിൽ വെച്ച് യോഹന്നാൻ 12:37, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ. വിറ്റ്നസ് എന്താ ചെയ്യുന്നത്? വ്യക്തമായി ഞാൻ കണ്ടതാണ് സത്യം, ഞാൻ കണ്ടത് ഞാൻ വിളിച്ചു പറയുകയാണ്. ഞാൻ സത്യത്തിന് സാക്ഷി, സത്യത്തെക്കുറിച്ച് വിളിച്ചു പറയാനാണ് ഞാൻ വന്നത്. ഞാൻ തന്നെയാണ് സത്യം. ക്രിസ്തു വളരെ വ്യക്തമായി ഐ ആം ദ ട്രൂത്ത്. ഇവിടെ ദി മലയാളത്തിൽ നമുക്ക് അതിന്റെ അർത്ഥം കിട്ടില്ല. ഞാൻ തന്നെ എന്ന് എഴുതുമ്പോൾ 10,000-കണക്കിന് കള്ളങ്ങൾ വ്യാപരിക്കുന്ന ഈ ലോകത്തിൽ, വ്യാജമാർഗങ്ങളും വ്യാജ ഉപദേശങ്ങളും നിറഞ്ഞ ലോകത്തിൽ യേശു പറഞ്ഞു, ആ സത്യം ഞാനാണ്, ഞാൻ തന്നെ സത്യം, ഞാൻ അതിനാണ് വന്നത്. സത്യം നീളായി കിടക്കുന്ന വഴിയുമ്പം അസത്യങ്ങൾ നിറഞ്ഞ കപടലോകം എന്റെ നടുവിൽ സത്യം എന്തെന്ന് കാണിച്ചതിന് യഥാർത്ഥ വെളിച്ചം കാണിച്ചത് ഞാനാണ് സത്യം. കൂടാതെ സത്യത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചത് ഈ പുസ്തകത്തിൽ ഉടനീളം കാണാം. യോഹന്നാൻ 4:23-24 യോഹന്നാൻ 4:23-24 ആരാധനയെക്കുറിച്ച് സമരീകരണ സംസാരിക്കാൻ പറഞ്ഞു. നിങ്ങൾ സത്യത്തിലും ആത്മാവിലും കർത്താവ് യേശുവിലൂടെ വെളിപ്പെട്ട സത്യം അനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ആരാധന ക്രമീകരിക്കപ്പെടേണ്ടത് എന്ന് യോഹന്നാൻ 4:23-24 നമുക്കറിയാം. അതുകൊണ്ട് വായിക്കുന്നില്ല. യോഹന്നാൻ 8:32-40 യോഹന്നാൻ 8:32 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കർത്താവ് യേശുവിനെ അനുഗമിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ് സത്യം. ഇത് വേറെ ഒരു സ്കൂളിലും കോളേജിലും തെറ്റായി പഠിപ്പിക്കുന്ന ഒരിടത്തും സത്യം പഠിക്കാൻ പറ്റില്ല. കർത്താവ് യേശുവിനെ യഥാർത്ഥമായി പിൻപറ്റുന്നവർക്ക് മാത്രം ലഭിക്കുന്ന അനുഗ്രഹമാണ് സത്യം. പ്രപഞ്ചത്തിന്റെ, ഉൽപ്പത്തിയുടെ, ജീവിതത്തിന്റെ, നിത്യതയുടെ, ആത്മാവിന്റെ എല്ലാ ഏത് വിഷയത്തെക്കുറിച്ചാണെങ്കിലും അതിന്റെ സത്യം അറിയണമെങ്കിൽ യേശുവിന്റെ പിന്നാലെ പോകണം. യേശുവിന്റെ ഉപദേശത്തിന്റെ കീഴ് കാൽക്കലിരിക്കണം. മറിയ ചെയ്തതുപോലെ. അതിന്റെ 40 വാക്യം 8:40 എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായി എന്നെ നിങ്ങൾ കൊല്ലാൻ നോക്കുന്നു. കർത്താവ് യേശുവിൽ നിന്ന് ഉപദേശം കേട്ട മനുഷ്യർ യേശുവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അവിടെ ജീവിതത്തിലെ കുറ്റങ്ങളും കുറവുകൾ യേശു ചൂണ്ടിക്കാണിച്ചോടെ മുഖത്ത് നോക്കി യേശു സംസാരിച്ചു. കപടഭക്തിക്കാരെ, അണലി സന്തതികളെ,
യേശു അവരെക്കുറിച്ചുള്ള സത്യം പറഞ്ഞു. അവരെക്കുറിച്ചുള്ള സത്യം പറഞ്ഞ് അവർക്ക് സഹിക്കുന്നില്ല. ഈ മനുഷ്യൻ എങ്ങനെയും ഭൂമി നമുക്ക് തുടച്ചു മാറ്റണം. സത്യം വന്ന് കയറുമ്പോൾ, സത്യം വന്ന് ഹൃദയത്തിൽ വന്ന് ഇടിക്കുമ്പോൾ മുകളിലുള്ള തിന്മ നമുക്ക് പ്രതികരിക്കാൻ തുടങ്ങും. സംസാരിക്കുന്നവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങും. നമ്മൾ സംസാരിക്കാൻ സത്യം ഉൾക്കൊള്ളാനായിട്ട് തയ്യാറല്ല, സമ്മതിക്കാൻ തയ്യാറല്ല. അതാണ് ഇവിടെ യഹൂദന്മാർക്ക് സംഭവിച്ചത്. ദൈവത്തോട് കേട്ടിട്ടുള്ള ദൈവത്തിന്റെ മടിയിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. ദൈവത്തിനോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ടാണ് മനുഷ്യനായി എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ പക്ഷേ നിങ്ങൾ പിതാവെന്ന് പറയുന്ന അബ്രഹാം ചെയ്തിട്ടില്ല. അബ്രഹാമിന്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞപ്പോൾ അബ്രഹാം അതേപോലെ അനുസരിച്ച് ഇറങ്ങി വന്നവനാണ്. മകനെ ചോദിച്ചപ്പോൾ അതേപോലെ കൊടുത്തവനാണ്. ആ വ്യക്തിയുടെ മക്കളാണോ നിങ്ങൾ? അപ്പന്റെ സ്വഭാവമാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ അപ്പൻ ആരാണെന്ന് അറിയാൻ അതേ അദ്ദേഹത്തിന് പറയുന്നു. നമ്മളിപ്പോൾ അത് പറയുന്നില്ല. 44-46 വാക്യങ്ങളിൽ അത് പറയും. നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. യഹൂദന്മാരോട് അനവധി ആയിരക്കണക്കിന് നൂറ്റാണ്ടുകളുടെ വാർത്തെടുത്ത് ഒരുക്കിയെടുത്ത മശിഹയ്ക്ക് വേണ്ടി ക്രമീകരിച്ചു കൊണ്ടുവന്ന അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ജനത്തോട് പറഞ്ഞ് നിങ്ങളിപ്പോൾ പിശാചിന്റെ മക്കളാണ്. കാരണം അപ്പൻ പറയുന്ന കേൾക്കുന്ന മക്കളാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ അപ്പൻ ദൈവമല്ല, നിങ്ങളുടെ അപ്പൻ പിശാചാണ്. പിശാച് ദൈവത്തിന്റെ കാര്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. സഹോദരങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനാണ്. ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്യിക്കുന്നത് പിശാചാണ്. അവൻ ആദ്യം മുതൽ കൊലപാതകം, എവിടെയെങ്കിലും ആത്മീയ ജീവിതമുണ്ടോ, ആത്മീയ ചൈതന്യം ഏതെങ്കിലും ജീവിതത്തിൽ അല്പമെങ്കിലും ഉണ്ടോ, അത് ഊതിക്കെടുത്തി ചവിട്ടി അരച്ച് നശിപ്പിക്കാൻ ശ്രമിക്കും. നമ്മൾ തുറന്നിട്ടിരിക്കുന്ന മൊബൈൽ പോലെയാണ്. അവൻ എപ്പോഴും കയറി വരാം. നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണമില്ലാത്തതുകൊണ്ട് അവൻ എപ്പോഴും വെൽക്കമാണ് നമ്മുടെ ഹൃദയത്തിൽ. അപ്പം കയറിയപ്പോൾ ആദ്യം തകർക്കും നമ്മുടെ ആത്മീയ ജീവിതം, ആത്മീയ താല്പര്യം. അപ്പോൾ നീ എന്തിനാ ബൈബിൾ വായിക്കുന്നു? അതൊന്നും സ്വീകരിക്കുന്നില്ല. 14-6 വാക്യം നമ്മൾ വായിച്ച് 14 17 വാക്യം വായിക്കും. അപ്പോൾ നമുക്കൊരു ശത്രു ഉണ്ടെന്ന് മറക്കരുത്. 2 കൊമ്പും നീട്ടിയ നാവും കൂർത്ത പല്ലുകളുമുള്ള ശത്രുവൊന്നുമല്ല. ആത്മീയ ശത്രുവാണ്, പിശാചാണ്. പല രൂപത്തിൽ അവരുടെ പ്രവൃത്തികൾ പല പേരുകളിൽ ബൈബിളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഓപ്പറേഷൻ ഏതൊക്കെ വിധത്തിലാണെന്നും വ്യക്തമായി ബൈബിൾ കാണിച്ചിരുന്നു. സാത്താന്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലെന്ന് ആണ് കൊരിന്ത് സഭ പോലും പറഞ്ഞത്. യോഹന്നാൻ 14-17 ഇങ്ങനെ കാണാം. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവൻ ലഭിക്കില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യേശുക്രിസ്തു പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ദൈവം തന്നെയായ പരിശുദ്ധാത്മാവിന്റെ സഹായം എന്ന സത്യത്തിന്റെ ആത്മാവ്. ദൈവമായ വചനം നമ്മൾ പഠിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, പറയുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് വേണം. പരിശുദ്ധം നേരിട്ട് നമ്മുടെ തലയിലൂടെ വചനം നൽകിത്തരില്ല. നൽകിത്തന്ന് മുദ്രയിട്ട് പൂർണ്ണമായ വചനം പഠിച്ച് ധ്യാനിക്കുമ്പോൾ അതിൻ്റെ രഹസ്യങ്ങളെ, മർമ്മങ്ങളെ മനസ്സിലാക്കി തരുവാൻ നമ്മുടെ വളർച്ചയുടെ തോതനുസരിച്ച് നമുക്കത് കിട്ടിക്കൊട്ടുകയായിരിക്കും. കുറേ നാൾ പാല് കുടിച്ചു, പക്ഷേ ഇപ്പോൾ 10-25 വർഷമായി സ്നാനപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് കട്ടിയായുള്ള ആഹാരമാണ്. പക്ഷെ അതുവരെയും നമ്മുടെ ദൈവത്തോടൊപ്പം നടന്നു പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കണം. ഓരോ പ്രായത്തിൽ നമ്മൾ അറിയേണ്ട ആത്മീയ സത്യങ്ങൾ ആ അന്നത്തെ കാലത്തെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാൻ നമ്മെ പ്രാപ്തരാക്കാൻ നമ്മുടെ കൈയും കാലിലും ഒക്കെ ആത്മീയ മസിലുകളെയും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആദ്യം ചെറിയ പ്രശ്നങ്ങളായിരുന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ, പിന്നെ സ്നാനപ്പെട്ട ആദ്യത്തെ 5 വർഷമൊക്കെ വളരെ സന്തോഷവും സമാധാനപരമായി പിന്നീട് തുടങ്ങും ഓരോന്നും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ദൈവം ബലപ്പെടുത്താൻ തന്ന സന്ദർഭങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ 6ാമത്തെ വർഷത്തിൽ വന്ന ശത്രുവിനെ നമ്മൾ തോർത്തിട്ടുണ്ടമ്മ. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ ദൈവം പറയും ഇനി വേറെ വരുന്നുണ്ട്. യുദ്ധങ്ങൾ അഭ്യസിച്ചിട്ടില്ല, ഇസ്രായേലിനെ പരിശീലിപ്പിച്ചതുപോലെ നമ്മുടെ ആത്മീയ യുദ്ധകളത്തെ പരിശീലിപ്പിക്കുകയാണ്. ദൈവം പറയും എനിക്ക് നിന്നെ വേണം, നീ ഇടിവിൽ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ നീ ഒരു 5-6 വർഷം കഴിയുമ്പോൾ നീ തകർന്നതാകട്ടെ പോയി, നിന്നെ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ നീ എനിക്ക് വേണ്ടി ഉപയോഗിക്കും? ദൈവം പലപ്പോഴും നിരാശപ്പെടുകയാണ് നമ്മളെ കണ്ട്. ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടവരാണ്, ദൈവത്തിലെ പോരാളികളാണ്. ശത്രുവിൻ്റെ തന്ത്രങ്ങളെ, കുറുകളെ നമുക്ക് വെളിപ്പെടുത്തുന്നത് നീ അതനുസരിച്ച് ഒരുങ്ങണം. നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യില്ല. ദൈവമക്കളെ നമ്മൾ ദൈവത്തോടെ കൂടെ നിൽക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് യേശു പറഞ്ഞതുപോലെ നിങ്ങൾ അവിടെ 3 പേര് താഴെ നിന്ന് പ്രാർത്ഥിക്കുക, ഞാൻ പിതാവിൻ്റെ അടുക്കൽ കുറച്ചേരം ഇരുന്നിട്ട് വരാം. നമ്മൾ കൂട്ടുവേലക്കാർ. നമ്മൾ വിചാരിക്കും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും, ഞാനിങ്ങനെ വിളമ്പി കൊണ്ടുവരിക്കും. നമ്മൾ കൂട്ടുവേലക്കാരാണ്, ആത്മീയ യുദ്ധക്കളത്തിലാണ്. ദൈവവേല ചെയ്യുന്നവർക്ക് ബലവും ശക്തിയും ഒക്കെ ഉറപ്പും കിട്ടണമെങ്കിൽ, പരീക്ഷണ സമയത്ത് അവരെ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ, അവിടെ ശുശ്രൂഷ ലഭിക്കുന്ന എല്ലാവരും അവർക്ക് വേണ്ടി ജാഗരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടിയ ദൈവം ഒന്നും വേണ്ട നിനക്ക്, എന്നാൽ എൻ്റെ വേലയ്ക്കും എൻ്റെ സഭയ്ക്കും വേണ്ടി നീ ചെയ്യുന്നില്ല. ആത്മീകമായി മുമ്പ് അവൻ്റെ രാജ്യം നീതി അന്വേഷിക്കാൻ പറഞ്ഞത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എനിക്കെല്ലാം ഇങ്ങോട്ട് കിട്ടണം. ദൈവം തരില്ല. അവൻ്റെ രാജ്യത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് കൂടെ നിൽക്കുമ്പോൾ നമ്മളെ ഈ സഹായിക്കും. ഒരു ശരീരം, ഒരു പല അവയവങ്ങൾ ചേരുന്നതാണ് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. ഇവിടെ വളരെ വ്യക്തമാണ്.
ലോകം അവനെ കാണുകയോ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയില്ല. ലോകപ്രകാരമുള്ള ചിന്തയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും പരിശുദ്ധാത്മാവിന്റെ ഒരു കൂട്ടായ്മയും സഹായവും ലഭിക്കില്ല എന്നർത്ഥം. ഇത് നമ്മളെക്കുറിച്ച് ഇത് അപ്പോസ്തലന്മാരോടാണ് പറഞ്ഞത്. നമുക്ക് ലഭിക്കേണ്ട സന്ദേശം അതാണ്. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നതാകിയാൽ അവനെ അറിയും. പരിശുദ്ധ നമുക്ക് അറിയാൻ കഴിയണം. പരിശുദ്ധാത്മാവ് ശുശ്രൂഷകൾ, ഒരു വിശ്വാസിയിൽ ക്രിസ്ത്യാനിയിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന ശുശ്രൂഷകൾ, സഹായങ്ങൾ എല്ലാം നമുക്ക് നന്നായി അറിയണം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ദൈവനെ വായിക്കുമ്പോൾ അതിന് പ്രകാശം തരുന്നത് പരിശുദ്ധന്റെ സഹായത്താലാണ്. ആത്മയുദ്ധക്കളത്തിൽ എന്നെ ബലപ്പെടുന്ന ആത്മാവിന്റെ വാളായ വചനത്തിലൂടെയാണ്. പരിശുദ്ധാത്മാവിന്റെ നിരന്തരമുള്ള സഹായം ഒരു വിശ്വാസിക്കുണ്ട് എന്നുള്ളത് മറക്കരുത്. അതൊരു മേഘമോ കാറ്റോ വെള്ളമോ തീയൊന്നുമല്ല. പരിശുദ്ധ ഒരു വ്യക്തിയാണ്, ദൈവമാണ്. ആ സഹായം നമുക്ക് ജീവിക്കാൻ പറ്റില്ല ക്രിസ്തീയ ജീവിതം. 16:7-13 യോഹന്നാനിൽ തന്നെയാണ് ഇത്ര വലിയ സത്യമെന്ന മഹാവിഷയത്തെ കൂടുതലായിട്ട് എഴുതിയത് യോഹന്നാനാണ്. യോഹന്നാന്റെ സുവിശേഷം 16-7 ഇങ്ങനെ പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു. കർത്താവ് ഒരിക്കലും വ്യാജം പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞ് പിൻവലിക്കേണ്ടി വന്നിട്ടില്ല, തിരുത്തേണ്ടി വന്നിട്ടില്ല, അറിയാതെ പറഞ്ഞതുപോയി എന്ന് പറഞ്ഞിട്ടില്ല. താൻ സത്യം മാത്രമേ പറയൂ. യേശുവിനറിയാൻ തൻ്റെ ചുറ്റും ഒരു വ്യക്തി ഇങ്ങനെ കണ്ണും തുറന്ന് ഇരിപ്പുണ്ട്, പിശാച്. യേശുവിൽ നിന്നെങ്കിലും തെറ്റ്, വാക്കിലൊരു തെറ്റ്, ഒരു പിഴ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സത്യം പറയും. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ, അവൻ ഒരു വ്യക്തിയാണ്, അവനെ നിങ്ങളുടെ അടുക്കലയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ആത്മാവാണ് ബോധ്യം വരുത്തുന്നത്. 13 സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോസ്തലന്മാരോടാണ് പറയുന്നത്, ഇത് നമുക്കുള്ള പുതിയ വിശ്വാസികളോടല്ല. ഇല്ല, അതിൻ്റെ അകത്തൊരു സന്ദേശമുണ്ട് ദൈവമക്കൾക്ക്. അപ്പോൾ നിങ്ങളെ നമുക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കണം. നമുക്ക് വേണ്ടിയുള്ളതല്ല. ഇത് അപ്പോസ്തലന്മാരോട് പറയുകയാണ്. ഇവിടെ ശുശ്രൂഷയ്ക്ക് അവരെ ബലപ്പെടുത്തുകയാണ്. നിങ്ങളെ നയിക്കാൻ ഒരാളുണ്ടാകും. പരിശുദ്ധ കാര്യസ്ഥ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നമുക്കിന്നുള്ളതുപോലെ പുതിയ പുസ്തകമൊന്നും അവരുടെ കയ്യിലില്ല. സത്യത്തിന് ആത്മാവ് വരുമ്പോൾ അവർ നിങ്ങളെ സകല സത്യത്തിൽ, ഇവിടെ പുസ്തകമില്ലാത്തതുകൊണ്ട് വരാനുള്ള കാര്യങ്ങളൊന്നും അവരുടെ കയ്യിലില്ല. നമുക്കെല്ലാം പുസ്തകത്തിലുണ്ട്. ഒരാൾ യേശു 8-ാം വരവിൽ ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് യേശുവിൻ്റെ ആത്മാവെ എനിക്ക് വെളിപ്പെടുത്തണമെന്ന് പറയേണ്ട കാര്യം നമുക്കില്ല. പുസ്തകത്തിൽ നോക്കിയാൽ മതി. മത്തായിയുടെ സുവിശേഷം മുതൽ, അപ്പോസ്തലരുടെ പുസ്തകം മുതൽ വെളിപാട് പുസ്തകങ്ങൾ പഠിച്ച വാക്യങ്ങൾ കണ്ടെത്തി നമുക്കറിയാം യേശു 2ാമത് വരുന്നുണ്ട്. ലക്ഷണങ്ങളും സൂചനകളും ഉറപ്പും വാഗ്ദാനങ്ങളും ഒക്കെ വ്യക്തമാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവിടെ കയ്യിൽ പുസ്തകമില്ല. മത്തായി 12:4 ഈ വെളിപാട് പുസ്തകം 8:9 എന്തൊക്കെ പറയാനുള്ള പുസ്തകം കയ്യിലില്ല. ഇവിടെ പരിശുദ്ധരെ നടത്തുകയാണ്. സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്ന പരിശുദ്ധാത്മാവ് നൽകി തരുന്നത് യേശുവിന്റെ ഉപദേശമാണ്. സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്ന സംസാരിക്കാൻ വരുവാനുള്ള നിങ്ങൾക്ക് അറിയിച്ചു തരികയും. ഇപ്പോഴവർക്കെല്ലാം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയില്ല. കാരണം യേശു ക്രിസ്തു മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാം ഭാരപ്പെട്ട്, ഇങ്ങനെ ആകുലപ്പെട്ട്, ചഞ്ചലപ്പെട്ട്, ശബ്ദം, ഉപദേശം ഉൾക്കൊള്ളാനുള്ള സ്വസ്ഥതയില്ല. നമ്മൾ സ്വസ്ഥതയില്ലാതെ സങ്കടപ്പെട്ട്, വേദനപ്പെട്ട്, പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരാളൊരു ക്ലാസ് എടുത്താൽ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. നമ്മുടെ മനസ്സ് സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ അവിടെ അവസ്ഥ യേശു വിട്ടുപോകുന്നു അറിഞ്ഞപ്പോൾ മാനസിക സംഘർഷത്തിലാണ്. നിങ്ങൾ താല്പര്യം വിശ്രമിക്കും. 40 ദിവസം കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് വരും. അന്നേരം നിങ്ങൾക്ക് അല്പമായിട്ട് വെളിപ്പെടുത്തില്ല. എത്ര നല്ലൊരു പരിപാലകനാണ് ക്രിസ്തു. ഇവിടെ നമ്മളത് കാണാൻ സാധിക്കും. 17-ാം അധ്യായത്തിൽ 17 മുതൽ 17-19 വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയാണ് നമ്മൾ പറയുന്നത്. സത്യത്താൽ അവരെ വിശദീകരിക്കണമേ, നിന്റെ വചന സത്യം. നമ്മുടെ ജീവിതത്തിലെ പാപപരിഹാരവും നിർമ്മലതയൊക്കെ സംഭവിക്കുന്നത് വചന പഠനം, വചന വായനയിലൂടെ മാത്രമാണ്. 10 നേരം കുടിച്ചാലും നമ്മൾ വിശദീകരിക്കപ്പെടില്ല. വെള്ളയും വെള്ളം ഇട്ടാലും വിശദീകരിക്കപ്പെടില്ല. ഇന്ന് വെള്ളയും ഇട്ട് കിടക്കുന്ന പലർക്കും ദൈവവചനം അറിയില്ല. ദൈവവചനം സത്യത്തിലാണ്. ആ കറുത്ത ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്, പക്ഷേ അത് വിശുദ്ധനാണ്. വചനത്താൽ വിശദീകരിക്കണം. ജീവിതത്തിലെ എല്ലാ തിന്മകളും, കളങ്കങ്ങളും, പാപങ്ങളും, അറിവില്ലായ്മകളും, ചിന്തകളിലും, വിചാരത്തിലും, മനോഭാവത്തിലും നമ്മൾ ശരിയെന്ന് വിചാരിച്ച പലതിൻ്റെയും അബദ്ധങ്ങളൊക്കെ വചനവായനയുടെ ദൈവം നമ്മൾ സംസാരിക്കും. അതിന് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല. മരണം വരെയും നമ്മൾ വചനവായനയോട് ബന്ധപ്പെട്ടിരുന്നാൽ അവസാനമായിരിക്കും നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇത്ര വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പാപികളിൽ പ്രധാനിയാണ്. താൻ വിശുദ്ധനെന്ന് താൻ ഒരിക്കലും പറഞ്ഞില്ല. കാരണം വചനവുമായി ചേർന്ന് ജീവിക്കുന്നവർക്ക് അവരുടെ തെറ്റുകൾ അല്പം ഓരോന്നായിട്ട് കാണാം. എല്ലാം ഒരുമിച്ച് തലയെടുത്തിട്ടില്ല ദൈവം.
ഓരോ യുദ്ധങ്ങളായിട്ട് നമുക്ക് തരും. ഓരോ യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ അടുത്ത യുദ്ധത്തിന് തയ്യാറെടുപ്പുണ്ടാകും. യുദ്ധം കഴിഞ്ഞിട്ട് വാൾ എറിഞ്ഞു കളയില്ല. അടുത്ത യുദ്ധത്തിന് വേണ്ടി തുടച്ച് വൃത്തിയാക്കി വെക്കും. അടുത്ത ദിവസം തന്നെ അടുത്ത യുദ്ധം നിന്ന് വരും. ഒരു പ്രശ്നം തീർത്ത ഉടനെ എല്ലാം തീർന്നു, സമാധാനം, നീ ഭൂമി ജീവിക്കുമ്പോൾ വിശ്വസിക്കരുത്. അടുത്ത പ്രശ്നത്തിലുള്ള പരിശീലനമാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ അവിടെ കാണുന്ന വ്യക്തമായിട്ട് 17-ാം അധ്യായത്തിൽ 17 വാക്യമാണ് വായിച്ച. 19-ാം വാക്യത്തിൽ അവരും സാക്ഷികൾ വിശദീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശദീകരിക്കും. നമ്മുടെ വിശദീകരണത്തിൻ്റെ മാതൃക യേശുവാണ്. യേശുവിൻ്റെ വിശുദ്ധിയിൽ നിന്നാണ് നമുക്ക് വിശുദ്ധി കിട്ടുന്നത്. നമ്മളെ നയിക്കുന്ന ഒരു വിശുദ്ധനാണ്. ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ സത്യത്തിന് വേണ്ടി ജീവിച്ച വ്യക്തി. ആ യേശുവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വിശുദ്ധി നമ്മിലേക്ക് വരും. അത് വചനത്തിലൂടെയാണ്. ഒരു വാക്യം കൂടെ വായിക്കുക ഈ വിഷയത്തിൽ. 18-37 യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന് 37 വാക്യം ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ 18-37 പീലാത്തോസ് അവരോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞ യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. പിന്നെ അതിൽ കിരീടമില്ല, കയ്യിൽ ചെങ്കോലില്ല, രാജകീയ വസ്ത്രങ്ങളൊന്നുമില്ല, സിംഹാസനമില്ല, പട്ടാളക്കാരില്ല, കുതിരകളില്ല, ആനയില്ല, തേരില്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ രാജാവ്. ഐ ആം ദ കിങ്. പ്രപഞ്ചത്തിൻ്റെ ഏക രാജാവ്, രാജാതിരാജ, ഭൂമിയിലെ സകല രാജാക്കന്മാരുടെയും രാജാവ്. പക്ഷെ കണ്ടാൽ പറയില്ല, കണ്ടാൽ തോന്നില്ല. ഞാൻ രാജാവ് തന്നെ. പക്ഷെ എന്തിൻ്റെ രാജാവാണ്? സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. ഞാൻ വന്നത് സത്യത്തിൻ്റെ രാജാവായിട്ടാണ്. ലോകമറിയേണ്ട സത്യം യേശുവിൻ്റെ കയ്യിലാണ്. യേശുവിലൂടെയാണ് ലോകമറിയുന്നത്. എന്നിട്ട് പറയുന്നു, സത്യതൽപരനായവനെല്ലാം എൻ്റെ വാക്കുകൾ. ഒരു വ്യക്തി ആരാണെന്ന് വെളിപ്പെടുന്നത് ബൈബിളിൻ്റെ മുമ്പിലാണ്. ഒരു വ്യക്തിയുടെ യഥാർത്ഥ ഡയഗ്നോസിസ്, സ്ക്രൂട്ടിനി ആശുപത്രിയിൽ നിന്ന് കിട്ടില്ല, പഠിപ്പിച്ച അധ്യാപകരിൽ നിന്ന് കിട്ടില്ല, വീട്ടിൽ നിന്ന് കിട്ടില്ല. ഒരു വ്യക്തി ആരാണെന്നുള്ളത് ആ വ്യക്തിയോട് കുറച്ചേരം ദൈവം സംസാരിച്ചാണ്. ഒരു താല്പര്യമില്ല, അറിയാൻ താല്പര്യമില്ല, പഠിക്കാൻ ആഗ്രഹമില്ല. കേവൽ നീ ആരാണ് ഞാൻ കാണിച്ചത്. നിനക്ക് സത്യത്തോട് ഒരു താല്പര്യവുമില്ല. കാക്കയും പ്രാവും പോലെ ഒന്നിന് പ്രിയം ഒന്നിനോട്, മറ്റൊന്നിന് പ്രിയം വേറൊന്നിനോട്. നമ്മൾ എന്ത് ഭക്ഷിക്കുന്നു നോക്കിയാൽ നമുക്കറിയാം നമ്മൾ ആരാണ്. അത് വിശദീകരിക്കുന്നില്ല, അല്പം ബുദ്ധിമുട്ടാക്കുന്ന വിശദീകരണമാണ്. ഇപ്പൊ സത്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രസ്താവനയാണ് ദൈവത്തെ സത്യത്തിനായി. പക്ഷേ ജീവിതം തന്നെ സൃഷ്ടാവിനെ, രക്ഷകനെ ആരാധിക്കാൻ വേണ്ടിയുള്ളതാണ്. അവൻ്റെ മുമ്പിൽ കുമ്പിട്ട് വണങ്ങി കീർത്തനം ചെയ്ത് പ്രാർത്ഥിച്ച് ബഹുമാനിച്ച് നൽകിത്തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം എണ്ണി സ്തുതിച്ച് അവനിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ ആ കൈകളിലേക്ക് ഏൽപ്പിച്ച് അവൻ്റെ വനത്തിന് മുമ്പിൽ കുമ്പിട്ടിരുന്ന് അതിന് പൂർണ്ണ സമർപ്പണവും വിധേയത്വവും നൽകി അവൻ്റെ ഹിതമനുസരിച്ച് പോയി ജീവിച്ച് അവനെ പ്രസാദിപ്പിച്ച് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവപൈതലിൻ്റെ പരമമായ ലക്ഷ്യം. വേറെ ലക്ഷ്യഭൂമിയിലില്ല. ഇപ്പൊ സത്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രസ്താവനയാണ് ദൈവത്തെ സത്യത്തിനായി. യോഹന്നാൻ 4:21 ഒരു തവണ പലതവണ നമ്മൾ കേട്ട് അർത്ഥം മറന്നുപോയാൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയില്ലാത്തൊരു വാക്യമാണ് ഇത്. സത്യത്തിനും ആത്മാവുന്നത് സത്യത്തിലൂടെ സത്യമാണ് ഒരുവിനെ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയത്. യോഹന്നാൻ 8:32 നിങ്ങൾ സത്യമറിയുക, സത്യം നിങ്ങളെ വിടുവിക്കുകയും സ്വതന്ത്രമാക്കുക. ദൈവനമാകുന്ന സത്യമാണ് നമ്മുടെ എല്ലാ കെട്ടുകളും പൊട്ടിച്ചത്. ഏത് കത്തി കൊണ്ട് മുറിച്ചാലും വീണ്ടും കെട്ട് തന്നെ വീഴുവാണ്. പക്ഷെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ അടിയറവ് പറഞ്ഞാൽ, വചനം പറഞ്ഞ് സമ്മതിച്ചു കൊടുത്താൽ, അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് അതൊന്ന് തിരിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരാണ്. യോഹന്നാൻ 8:32 സത്യം ഹൃദയത്തെ നിർമ്മലീകരിക്കുന്നു എന്ന് 1 പത്രോസ് 1:22. 1 പത്രോസ് 1:22 സത്യം വചനവുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ ഹൃദയം നിർമ്മലമാണ്. ഹൃദയം എന്നത് നമ്മൾ ഞായറാഴ്ച ദിവസം ചിന്തിച്ച് മാംസപേശികൾ കൊണ്ട് നിർമ്മിതമായ ഒരു മാംസകഷ്ണമല്ല ഹൃദയം. നമ്മുടെ ചിന്തകളുടെയും നിരൂപണങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും നമ്മുടെ മനസ്സാക്ഷിയുടെയും എല്ലാം പ്രവർത്തനങ്ങൾ ഒന്നു ചെയ്യുന്ന അവസ്ഥയാണ്. തൊട്ട് കാണിക്കാൻ പറ്റില്ല മനുഷ്യൻ്റെ ഓട്ടോസ്ഫിയർ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഈ ശസ്ത്രക്രിയ നടത്തി കഴിയുമ്പോൾ, മരിച്ച മനുഷ്യനെ ഇങ്ങനെ ശസ്ത്രക്രിയ ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലും ഡോക്ടർ സ്റ്റുഡൻസ് ചോദിക്കുകയാണ്, MBBS സ്റ്റുഡൻസ്, ഡോക്ടറെ ഇതെവിടെയാണ് ഹൃദയം? അവർ ഹൃദയത്തെ ചൂണ്ടിക്കാണിക്കാൻ മാംസപേശികൾ നിർമ്മിച്ച കൈമുഷ്ടിയുടെ വലിപ്പമുള്ള അവയവത്തെ. പക്ഷെ ബൈബിളിൽ പറഞ്ഞ ഹൃദയം അതെല്ലാം നമ്മൾ ഞായറാഴ്ച കേൾക്കും. എൻ്റെ നിരൂപണം, എൻ്റെ ചിന്ത, എൻ്റെ താല്പര്യം, എൻ്റെ മനസ്സാക്ഷി, എൻ്റെ വികാരങ്ങൾ, ഇതാണ് ഹൃദയം. അത് നേരായി പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവം നിന്റെ ഹൃദയം നിർമ്മലമാണ്. 1 പത്രോസ് 1:22 വാക്യം വായിക്കാൻ അവസാനിപ്പിക്കുക. 1 പത്രോസ് 1:22 പത്രോസ് അവിടെ വ്യക്തമായി പറയുന്നു,
പത്രോസിന്റെ 1-22 സഭയുമായി നമ്മൾ പറഞ്ഞു. എന്നാൽ സത്യം അനുസരിക്കാനുണ്ടോ? ഇന്ന് എന്നോട് ദൈവം പറഞ്ഞ സത്യങ്ങൾ എന്തൊക്കെയാണ്? വചനത്തോടെ ദൈവം എന്നോട് ആവശ്യപ്പെട്ട് അനുസരിക്കേണ്ട സത്യം എന്തൊക്കെയാണ്? ഒന്ന് ചിന്തിച്ചു നോക്കാം. ദൈവത്തെ പിൻപറ്റുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ. ഇനി ഞാൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടോ? ഇനിയും അറിയണ്ടേ? എത്രയോ സത്യങ്ങൾ ഇനിയും കിടക്കുന്നു. ഒരു യഥാർത്ഥ വിശ്വാസി പെട്ടെന്ന് മരിക്കാതിരിക്കുന്നത് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്: എനിക്കിനിയും പഠിക്കണം, എനിക്കിനിയും അറിയണം. എന്നാൽ സത്യം അനുസരിക്കുക. നിങ്ങളുടെ ആത്മാക്കൾ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചു. ഏത് ഡെറ്റോളിട്ട്, ഏത് സോപ്പിട്ട്, ഏത് ഡിറ്റർജന്റ് ഇട്ട് കഴുകിയാൽ ആത്മാക്കൾ ഒന്നിനാലും നിർമ്മലീകരിക്കില്ല. പ്യുവർ, നിർമ്മലം എന്ന വാക്ക് പ്യുവറാണ്. അത് വചനത്തിനാണ് കഴിയുന്നത്. ദൈവത്താലാണ് നമ്മുടെ ആത്മാക്കൾ നിർമ്മലീകരിക്കുന്നത്. അങ്ങനെ നിർമ്മലീകരിക്കപ്പെട്ട ആത്മാവിൽ നിന്നാണ് നിർവ്യാജ സ്നേഹം ഉണ്ടാകുന്നത്. ഞാൻ ഇപ്പോഴും പറയും, മനുഷ്യന്റെ കൈപ്പിടിക്ക് ദൂരെയാണ് ഏത് ബന്ധത്തിൽ, മാതാപിതാക്കളും ഭാര്യഭർത്താവും എല്ലാ മക്കളും എല്ലാവരുടെ ബന്ധത്തിലും ആവശ്യമായ സ്നേഹം ഇന്ന് കയ്യെത്താത്ത ദൂരത്താണ്. നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന സ്നേഹമല്ല. യഥാർത്ഥ സ്നേഹം അനുഭവിക്കണമെങ്കിൽ കുടുംബത്തിലാണ്, വിവാഹ ബന്ധത്തിൽ ഭാര്യഭർത്താക്കന്മാർ തീരുന്നവരെ വേണ്ടത് യഥാർത്ഥം എല്ലാവർക്കും വേണ്ടത് ഈ സ്നേഹമാണ്. ഇത് അനുഭവിക്കണമെങ്കിൽ ദൈവവചനത്താൽ നിർമ്മലീകരിക്കപ്പെട്ട ഹൃദയമുള്ളവർക്ക് മാത്രമാണ് അത് എന്താണെന്ന് അനുഭവിക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് അനുഭവിക്കുക? സ്നേഹം, സമർപ്പിക്കപ്പെട്ട സ്നേഹം, സ്വാർത്ഥതയില്ലാത്ത സ്നേഹം, ഒന്നും പ്രതീക്ഷിക്കാതെ നൽകുന്ന സ്നേഹം, നിസ്വാർത്ഥമായ സ്നേഹം, കീഴ്പ്പെട്ടു കൊടുക്കുന്ന സ്നേഹം, താഴ്ന്നു വരുന്ന സ്നേഹം. അവിടെയാണ് ബന്ധം ആഴമായി അനുഭവിക്കുന്നത്. ബാക്കി അടുത്ത പ്രാവശ്യം ചിന്തിക്കുക. മൈക്കളും സേത്തും ഒരു വാക്ക് പറയാം.